CPM സംസ്ഥാന സെക്രട്ടറിയുമായി ചർച്ച നടത്തിയെന്ന PV അൻവറിന്റെ ആരോപണത്തിന് മറുപടി നൽകിയിട്ടുണ്ട് ആര്യാടൻ ഷൗക്കത്ത്. ഞാൻ എന്താണെന്ന് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം. നിലമ്പൂരിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവരോടൊപ്പം ഉണ്ടാകുമെന്നും ആര്യാടൻ ഷൗക്കത്ത് ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. അങ്ങ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷം ഗുരുതര ആരോപണവുമായി PV അൻവറും രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിലേത് കേരളത്തിലത് വലിയ ചർച്ചയാവുകയും ചെയ്യുകയാണ്. അത്തരം ആരോപണങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി വയനാട്ടിൽ ചർച്ച നടത്തി. അത്തരത്തിലൊരു ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. ഞാൻ എന്താണ് എന്നുള്ളത് മറ്റാരെക്കാളും നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം. അത്ര എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ എന്താണ് എന്നുള്ളത് നിലമ്പൂരിൽ നമ്മൾ ആവശ്യപ്പെടുക എന്നതല്ല പ്രശ്നം. നിലമ്പൂരിലെ വോട്ടർമാർക്ക് കുറേ ആവശ്യങ്ങളുണ്ട്. അതിന് അവരുടെ കൂടെ നേടിയെടുക്കാൻ അവരുടെ കൂടെ നിൽക്കുക എന്നതാണ്. കാളികാവിൽ നടന്ന കടുവ ആക്രമണത്തിൽ, ആ ആക്രമണം എന്ന് പറഞ്ഞാൽ കടുവ ഒന്ന് മനുഷ്യനെ പിടിക്കുക, മനുഷ്യന്റെ സങ്കേതത്തിൽ ഒന്നും റബ്ബർ ടേപ്പ് ചെയ്യുന്ന ഒരു തൊഴിലാളിയെ കടുവ പിടിച്ചു കൊണ്ടുപോയി ഭക്ഷിച്ച് ഉപേക്ഷിച്ച് പോവുകയാണ്. ആദിവാസികളുടെ വലിയ ദുരിതപൂർണമായ അവസ്ഥ ഒരു ഭാഗത്ത് നിൽക്കുന്നു. നിലമ്പൂരിന്റെ വികസന മുരടിപ്പ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. കേരളത്തിലെ ഗവൺമെന്റ് ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കിയ ദുരിതപൂർണമായ ദുസ്സഹമായ അവസ്ഥാവിശേഷം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇതൊക്കെ തന്നെയാണ് നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ചർച്ചാ വിഷയം. ശാന്തകുമാർ വെള്ളാലത്തുണ്ട് വിവരങ്ങളുമായി. ശാന്തകുമാർ, ഈ ഒരു പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിനു ശേഷം ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ഇത്ര രൂക്ഷമായി വിമർശിക്കുന്നത് സമീപകാലത്തൊന്നും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മൾ ഈ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ പോലും കേട്ടിട്ടുണ്ടായിരിക്കില്ല. അങ്ങനത്തെ അധിക്ഷേപങ്ങളും പരാമർശങ്ങളും ഒക്കെയാണ് ഇന്നലെ PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷൗക്കത്തിനെതിരെ നടത്തിയത്. ഇപ്പോൾ ഷൗക്കത്തിന്റെ പ്രതികരണത്തിൽ നിന്നും നമ്മൾ എന്ത് മനസ്സിലാക്കണം? സേതു, അത് തന്നെയാണ്. ആര്യാടൻ ഷൗക്കത്തിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ പല വിധത്തിൽ PV അൻവർ പല പ്രതികരണങ്ങളിലും അദ്ദേഹം പങ്കുവെച്ചതാണ്. അത് തന്നെയാണ് ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് ഒരു 30 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് വിശദമായി പറയുകയാണ്. ഈ ആര്യാടൻ ഷൗക്കത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇവിടെ സ്ഥാനാർത്ഥിയാവുന്നതിനെക്കുറിച്ച് LDFന്റെ സ്ഥാനാർത്ഥിയാവുന്നതിനെക്കുറിച്ച് കൂടിയാലോചന നടത്തി എന്നുള്ള ഗുരുതര ആക്ഷേപമാണ് പറയുന്നത്. ആ ആക്ഷേപം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് രാഷ്ട്രീയ കേരളവും കേട്ടത്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, ആ നേതാവ് സ്ഥാനാർത്ഥിയാവുന്നു. ആ സ്ഥാനാർത്ഥിക്കെതിരെ ഗുരുതര ആരോപണം UDFിലേക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ UDFിലെ ഘടകകക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് അത്തരം അപേക്ഷകളെല്ലാം കൊടുത്ത് ആ ചർച്ചകളെല്ലാം തുടരുന്നതിനിടെയാണ് തനിക്ക് താല്പര്യമില്ലാത്ത ഒരാളെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ PV അൻവറിൻ്റെ പരാമർശമുണ്ടായത്. ആ പരാമർശമാണ് ഇപ്പോൾ പൂർണ്ണമായും PV അൻവറിനെ പൂർണ്ണമായും തള്ളുകയാണ് ആര്യാടൻ ഷൗക്കത്ത് ഉണ്ടായത്. കാരണം നിലമ്പൂരിലെ ജനങ്ങൾക്ക് തന്നെ അറിയാം. ആ നിലമ്പൂരിലെ ജനങ്ങൾ തന്നെ വിലയിരുത്തുന്നുണ്ട്. അത് മാത്രം മതി. ബാക്കി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം നിലമ്പൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഒപ്പം തന്നെ നിലമ്പൂർ പഞ്ചായത്ത് നഗരസഭയായി മാറിയപ്പോൾ നഗരസഭയുടെ ആദ്യ ചെയർമാനായിരുന്നു. അങ്ങനെ താഴെത്തട്ടിൽ ജനങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത്. ആ ആര്യാടൻ ഷൗക്കത്തിനെയാണ് ഗുരുതര ആരോപണവുമായി PV അൻവറും വന്നത്. എന്തായാലും അത് വരും ദിവസങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാവാൻ പോകുന്നത് തന്നെയാണ്. കാരണം അതിലേറ്റവും പ്രധാനം തൃണമൂൽ കോൺഗ്രസ്, PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് UDFിൻ്റെ ഭാഗമാകാൻ കാത്തിരിക്കുമ്പോഴാണ് ഇത്തരം ഒരു സ്ഥാനാർത്ഥിക്കെതിരെ UDF പ്രഖ്യാപിച്ച, കോൺഗ്രസ് പ്രഖ്യാപിച്ച KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണം ഉന്നയിച്ച് അത് തെളിയിക്കാൻ കഴിയാത്ത ഒരു ആരോപണമാണെങ്കിൽ അത് വലിയ തോതിൽ വില കൊടുക്കേണ്ടി വരും അൻവർ എന്നതിന് യാതൊരു തർക്കവുമില്ല. സേതു, യെസ്, ഓക്കെ ശാന്തകുമാർ. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഇന്നലെ ഈ PV അൻവർ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊക്കെ ശേഷം ഏറെ വൈകി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അതിഭീകരമായ വിമർശനങ്ങളൊക്കെയാണ് ഉന്നയിച്ചത് ഷൗക്കത്തിനെതിരെ. അതിന് ഷൗക്കത്ത് നൽകിയ മറുപടിയാണ് നമ്മൾ കേട്ടത്.